എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ രാവിലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ രാവിലത്തെ ഫുഡിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കളിക്കാൻ നമ്മളല്ല കൊച്ച് കളിക്കാൻ പോണതാണ്. അപ്പോൾ ഇതിലേ കൂടി ഇപ്പോൾ സൈക്കിൾ കൂട്ടി അപ്പുറേ കൂടി എത്തുമ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കും. അങ്ങനെയാണ് അവിടെ എത്തി എന്നറിയണത് കേട്ടോ. അപ്പോൾ സൈക്കിൾ ചവിട്ടി പോകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടിട്ടാണ് ആൾ ഇതിൽ വളഞ്ഞു മൂക്കുടിക്കുക എന്ന രീതിയിൽ പോണത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പുറം ചെന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നിന്ന് എന്നെ കൈ കാണിക്കും ഞാൻ എത്തിയിട്ടാന്ന്. അപ്പോൾ ഞാനപ്പോൾ ഇവിടം വരെ നിന്ന് നോക്കി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള കൂവളത്തിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ മരമാണ് കൂവളത്തിൻ്റെ. അതിൻ്റെ ഇപ്പം നന്നായിട്ട് തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇലയൊക്കെ ഉണ്ട്. ഇപ്പം ഇടയ്ക്കങ്ങാട് മുരടിച്ച് വല്ലാണ്ടായി പോവും. ഇപ്പം ഇപ്പം ഉണ്ടായിട്ടില്ല. കായ ഉണ്ടാവണ സീസണൊക്കെയാണ്. ചില സമയത്തൊക്കെ കായ തന്നെ പൊഴിഞ്ഞു വീഴും. അപ്പം ഇത് ഈ വയറിനൊക്കെ ഭയങ്കര നല്ല സാധനമാണ്. ഈ അൾസർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇതിൻ്റെ കായയുടെ ഉള്ളിലെ പൾപ്പൊക്കെ കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ ബില്വാദി ഗുളിക ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കായാണ്. ഞാനൊരു ദിവസം ഇത് ഇങ്ങനെ എടുത്ത് അതിൽ ഇതൊക്കെ ഉണക്കി ഇങ്ങനെ പാലിലൊക്കെ പൊടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പൊടിച്ച് ഉണക്കിയൊക്കെ നോക്കി. പക്ഷേ എനിക്ക് അതിൻ്റെ വാസന കൊണ്ടിട്ട് കഴിക്കാൻ പറ്റണില്ല. വാസനയെന്ന് പറഞ്ഞാൽ കൊള്ളില്ലാത്ത വാസനയല്ല, നല്ല മണമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചന്ദനത്തിരിയൊക്കെ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ, അതെടുത്ത് കഴിച്ചാൽ അങ്ങനത്തെ ഒരു നമുക്ക് കഴിക്കാൻ പറ്റണില്ല. നല്ലൊരു പ്രത്യേക മണം. ഞാനായിട്ട് അതെടുത്ത് കളഞ്ഞിട്ടാ, പൊടിച്ച് വെച്ചതൊക്കെ കളഞ്ഞില്ല. അപ്പം ഇന്ന് നമ്മൾ ഉച്ചക്കലത്തേക്ക് മുട്ട പൊരിച്ചത് ആണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം മീൻ ഞാൻ ഉച്ചയ്ക്ക് കൂട്ടൂല. അപ്പം എനിക്കാണ് ഈ മുട്ട വറുത്തതും പിന്നെ മറ്റേ തക്കാളി വാട്ടിയിട്ടുണ്ട് പിന്നെ. അപ്പോൾ അത് രണ്ടും ഞാൻ ഉച്ചയ്ക്ക് ബാക്കിയുള്ള മീനാണെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കില്ല. കാരണം എനിക്ക് ഈ ഫുൾ ടൈം മീൻ തന്നെ ആകുമ്പോൾ വയറ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനപ്പോൾ ഇത്തിരി ഒരു 2 തക്കാളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ തക്കാളി വാട്ടി കഴിക്കാമെന്നും പറഞ്ഞിട്ട് തക്കാളി വാട്ടി. അപ്പോൾ കൊച്ചിന് മുട്ട പൊരിച്ചത് മതി. അതിങ്ങനെ മുട്ട ബുൾസയായിട്ടും പല വിധത്തിൽ ഇങ്ങനെ കഴിക്കും. അത് നമ്മൾ വെറുതെ മുളക് പൊടി ഇട്ടാണെങ്കിലും കഴിക്കും കേട്ടോ. അപ്പോൾ തക്കാളി കുനുകുനായിട്ട് അരിഞ്ഞിട്ട് അതിൽ പച്ചമുളക്, വേപ്പില, സവാള എല്ലാം കൂടി ഞാൻ അരിഞ്ഞിടും. എന്നിട്ട് കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇടുക ചെയ്യണം. അല്ലാതെ സെപ്പറേറ്റ് ചേർക്കണ പരിപാടിയില്ല. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നേരെ ചട്ടിയിൽ കൊണ്ടുവന്നിടും. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ എടുത്തിട്ട് അങ്ങനെ ഒന്നുകൂടി ഇളക്കിയിട്ട് വീണ്ടും നമ്മളിത് അടച്ചു വെക്കും, വേവിക്കും. ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ തക്കാളി വാട്ടിയത് നല്ല പ്രത്യേക ഒരു ഇത്തിരി തക്കാളി വാട്ടിയത് ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായിട്ടേ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് വെക്കാവുന്ന വേറൊരു കറിയാണ് ടേൽ. ഇതിങ്ങനെ നന്നായിട്ട് വാടി വരുമ്പോൾ ഇതേമാതിരി തന്നെ വെക്കുക. അതായത് ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് ഇതേമാതിരി വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നന്നായി വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് മസാലപ്പൊടി, അതായത് അധികമൊന്നും വേണ്ട, കുറച്ച് മസാലപ്പൊടി ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട പൊട്ടിച്ച് വെറുതെ ഒഴിച്ചാൽ മതി. ആ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇളക്കാതെ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ മുട്ടയുടെ ഉണ്ണിയൊക്കെ അതേമാതിരി തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചാറ് കൂട്ടാനായിട്ട്. അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ.
അങ്ങനെ നമുക്ക് ഈ മുട്ടക്കറി തക്കാളി വെച്ചിട്ട് മുട്ടക്കറി വെക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഏകദേശം നന്നായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അധികമൊന്നും വലിയതായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം മുട്ട പൊട്ടിച്ചൊഴിക്കാനുള്ള കാരണം എനിക്ക് അങ്ങനത്തെ ചാറ് വേണമെന്നുള്ള ഒരു വാശിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് കൂട്ടിയാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാമല്ലോ. അപ്പോൾ കറിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. സവാളയും തക്കാളിയൊക്കെ വാട്ടി മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഞാൻ നന്നായിട്ട് വറുത്തെടുക്കാമെന്നൊക്കെ കരുതിയപ്പോഴേക്കും മറിച്ചിട്ടവ പൊടിഞ്ഞു പോയി. എന്നാൽ പിന്നെ പൊടിയായിട്ട് ചിക്കി പൊരിച്ചതാക്കാം എന്ന് കരുതി. അപ്പോൾ ചോറെടുത്ത് ഇനി മുട്ട പൊരിച്ചതിടും. അപ്പോൾ ഇത് ചെറിയ കയ്യിലായതുകൊണ്ടാണ് കേട്ടോ കുറേ കോരിയിടുന്നത്, അല്ലാതെ വിശപ്പിൻ്റെ സുഖമുള്ളത് കൊണ്ടിട്ടല്ല കേട്ടോ. ചെറിയ ഇതങ്ങനെ കാണുമ്പോൾ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെറുതാണ് ആൾ. അപ്പം കറി എനിക്ക് കൂടുതലിട്ടാലും കുഴപ്പമില്ല, ചോറിൽ കുഴച്ച് തിന്നാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ടായി. കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേര്. ഒരു പീച്ച് കളറ് ചുരിദാറിൻ്റെ ആ ചുരിദാറിൻ്റെ കൂടെ തന്നെ എടുത്ത ഒരു കോട്ടൺ തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചുരിദാർ വയ്ക്കാമെന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ടിട്ട് നല്ല പ്യുവർ കോട്ടൺ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല സുഖമായിരിക്കുള്ളൂ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ അന്ന് ആദ്യം തയ്ച്ചത് മറ്റേ പീച്ച് കളറ് തുണിയായിരുന്നു. അപ്പോൾ ആ പീച്ച് കളറ് നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കരുതി അന്ന് ഇതും കൂടി തയ്ച്ച് വെച്ചേക്ക്. 2 കളറേ എടുത്തുള്ളൂ. നീല പിന്നെ ഇവിടുത്തെ ദേശീയ കളറാണ് കേട്ടോ. ഇവിടെ എങ്ങനെ പോയാലും എന്ത് മേടിച്ചാലും ഒരു നീല ഡ്രസ്സ് ഉണ്ടാവും, അങ്ങനെ മേടിക്കാറുണ്ട്. ചേട്ടനാണ് കൂടുതലും നീല. അപ്പോൾ അതനുസരിച്ചെടുത്താണ് നീല കളറ്. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് പീച്ച് ഒരു സൈസ് നല്ല ഇപ്പോൾ ഒരു പച്ചേനെ എന്താ അങ്ങനെ ആ പച്ച ഒരു നല്ല തരം പച്ചയുണ്ട്. ഞാൻ ഈ വീട്ടിൽ വർക്കിംഗ് ഡ്രസ്സായിട്ടിടുന്ന ഒരു പച്ചയില്ലേ, ആ പച്ച കളറൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള പച്ചയാണത്. അങ്ങനത്തെയൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ. പിന്നെ പിങ്കല്ല, റോസ് കളറ്, അങ്ങനെ ലൈറ്റ് ഷെയ്ഡ്. കാരണം നമ്മൾ വളരെ നിറമുള്ള ആൾക്കാരൊക്കെ ലൈറ്റ് ഷെയ്ഡ് ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ ഒരുപാട് ഡാർക്ക് ഷെയ്ഡാകുമ്പോൾ നമ്മളും ഡാർക്കായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ. ഒന്നാമത്തെ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഡള്ളാവും. പെട്ടെന്ന് ഡള്ളാവണ ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ ഞാൻ ലൈറ്റ് കളർ എടുക്കണമായിരിക്കും നമുക്ക് മെച്ചം എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ബ്ലാക്കൊക്കെ ഇട്ട ഭംഗിയാണെന്നൊക്കെ പറയോട്ടെ എല്ലാവരും. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമ്മൾ കോട്ടൺ തുണിയുടെ വെച്ചൊരു പീസ്, അതായത് ലൈനിങ് ഇടുന്ന പീസ് തുണി ഇതേമാരെ വെച്ചടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻ്റർലോക്ക് ലോക്ക് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യാൻ ഇപ്പം എല്ലാവരുടെ അടുത്തും അങ്ങനത്തെ മെഷീൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ വീട്ടിൽ മെഷീനുള്ളവരിങ്ങനെ ഈ അടിപ്പ് വിട്ടു പോകാതിരിക്കാനായിട്ട്, അടിപ്പല്ല തുണിയുടെ ഒരു അറ്റം വിട്ടു പോകാതിരിക്കാനായിട്ട് ഇതേമാരെ തുണിയുടെ പീസ് വെച്ച് ഇങ്ങനെ മടക്കി തയ്ക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ആയിട്ടിരുന്നോളും. ഞാൻ എൻ്റെ ചുരിദാറിനൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇടാനും സുഖമായിരിക്കുള്ളൂ. ആ പൊങ്ങിയിരിക്കുന്ന നൂലുകളൊന്നും നമ്മുടെ മേത്ത് കൊണ്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ തയ്ച്ചു വന്നപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആയപ്പോഴേക്കും ചേട്ടൻ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ചുകൊണ്ടുണ്ട്. അത് അടഞ്ഞിടക്കായിരുന്നു. അപ്പോൾ കാലും കൊണ്ട് ഇങ്ങനെ ചവിട്ടി പൊളിച്ചാണ് കേട്ടോ വരണത്. അപ്പോൾ വന്ന ഉടനെ തന്നെ എൻ്റെ പുത്രന് ഓരോ സാധനങ്ങളിങ്ങനെ വിളിച്ചു പറയുക. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന നോക്കിയാണ്. അപ്പം ഇനി എനിക്ക് അടുത്തത് രാത്രിയത്തേക്കുള്ള മീൻ കറി വെക്കണം. അപ്പോൾ അതിന് പോണേണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.